Hello friends, welcome again to the English class. Today we are discussing the second part of the poem Poetry in SSLC English Reader. നമ്മൾ 47ാമത്തെ ക്ലാസ്സിൻ്റെ അനാലിസിസ് നമ്മൾ കാണുന്നത് SSLC ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റിലെ പദ്യമായ പോയട്രി എന്ന് പറയുന്ന ആ ഒരു കവിതയുടെ രണ്ടാമത്തെ ഭാഗമാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ റൈറ്റ്, we have discussed the first stanza of the poem, haven't we? നമ്മൾ ചർച്ച ചെയ്തല്ലോ ആദ്യത്തെ ഭാഗം, ഫസ്റ്റ് സ്റ്റാൻസ. വാട്ട്സ് ദ നെയിം ഓഫ് ദ പോയം? എന്താ ഈ പോയത്തിൻ്റെ പേരെന്താ? പോയട്രി എന്നാണ്. ഹു ഇസ് ദ പോയറ്റ്? പാബ്ലോ നെരൂദ. വാട്ട്സ് ഇറ്റ് അബൌട്ട്? ഇറ്റ് ഈസ് about his experience of being embraced by creativity and finding his own passion and calling. The theme അതാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തുകൊണ്ട് വിശദീകരിക്കാൻ പോകുന്നില്ല, നമുക്കറിയാം അത് തീമാണ്. Now, do you remember what we have learned in the first stanza? എന്തൊക്കെ നമ്മൾ ആദ്യത്തെ സ്റ്റാൻസ പഠിച്ചത്? Let us see it again. നോക്കാം നമുക്ക്. The poet was insignificant and voiceless and he lacked confidence to write poetry. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കണില്ല കേട്ടോ. Then the poetry arrived in search of him. Soon he becomes aware of the impulse to create poetry. He says that he did not know when and where it came from. Poet doesn't know whether it is from wind or river. Perhaps it came from the branches of night, which symbolizes obscurity and mystery. The poet is trying to express the inexpressible. He says he didn't know when or how it came and there were not voices, words or silence. The poet was without a face before poetry arrived. He had no any identity. മക്കൾക്ക് മനസ്സിലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പോയട്രി എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കവിത എത്തുന്നതിന് മുൻപ് അദ്ദേഹം ഒരു അപ്രധാനമായ സ്വന്തം ശബ്ദമില്ലാത്ത പോയട്രി എഴുതാൻ ആത്മവിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോഴാണ് പോയട്രി എത്തിയത്, അദ്ദേഹത്തെ തിരഞ്ഞെത്തുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് എഴുതാനുള്ളൊരു ചോദന കിട്ടുക ചെയ്യുന്നത്. അറിയാലോ, അദ്ദേഹം പറയുകയാണ് എവിടുന്നാണ് വന്നത്, എപ്പോഴാണ് വന്നതെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അപ്പം അദ്ദേഹം പിന്നെ ഗസ് ചെയ്യുന്നത് അത് ചിലപ്പോൾ വിൻ്റർന്നാവാം, ചിലപ്പോൾ എവിടുന്നാവാം, റിവർന്നാവാം, എവിടുന്നാന്ന് അറിയില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ വന്നത് എവിടുന്നാവാം നിഗൂഢതയും അതുപോലെ തന്നെ ഒരു അവ്യക്തതയൊക്കെ കാണിക്കുന്ന ഏതാവാം, ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് എന്നാവാം. എന്തായാലും അദ്ദേഹം ശ്രമിക്കുന്നത് എന്താ, അദ്ദേഹത്തിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുന്നത്. അത് കവിത എഴുതുമ്പോഴുള്ള അനുഭവം അത്രത്തോളം ഒരു വല്ലാത്തതാണ് എന്നൊക്കെ ആയിരിക്കണം അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവുക. അദ്ദേഹം പറയുന്നത് പിന്നെ എപ്പോഴാണ് വന്നത്, എങ്ങനെയാണ് വന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ശബ്ദമായിരുന്നില്ല, വാക്കുകളുമായിരുന്നില്ല, എന്നാൽ നിശബ്ദതയായിരുന്നില്ല, പിന്നെ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും നമുക്ക് ആലോചിച്ചാൽ കിട്ടൂല. റെഡിയല്ലേ? പിന്നെ പോയറ്റ് അദ്ദേഹത്തിനൊരു മുഖം ഉണ്ടായിരുന്നില്ല. പോയറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല. ഓക്കെ, റൈറ്റ്? യെസ്. നൗ റിമെമ്പർ ഓൾ ദീസ് തിങ്സ്. നമുക്കെല്ലാ കാര്യവും ഓർമ്മയുണ്ട്. He says that he was without a face before poetry arrived. He had no identity. അദ്ദേഹം പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക പോയട്രി വന്നപ്പോൾ? എന്തായിരിക്കും അദ്ദേഹം പിന്നെ ഈ പോയട്രി എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മൾ നോക്കാം എന്താ അദ്ദേഹം പറയുന്നത്. റെഡി അല്ലേ? സെക്കൻഡ് സ്റ്റാൻസ നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ. I did not know what to say. My mouth had no way with names. My eyes were blind and something started in my soul. Fever of forgotten wings and I made my own way deciphering that fire. And I wrote the first faint lane, faint without substance, pure nonsense, pure wisdom of someone who knows nothing. And suddenly I saw the heavens unfastened and open, planets palpitating, pandation, shadow perforated, riddled with arrows, fire and flares, the winding night, the universe. Okay, dears, കൂടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് ശ്രമിച്ചു നോക്കാം, നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ ശ്രമിക്കുക. Pick out the line that shows he was unable to express himself. അദ്ദേഹത്തിന് സ്വയം പ്രകടിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു സ്റ്റാൻസയിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. റെഡി അല്ലേ? ഞങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷെ ഇപ്പോൾ നിങ്ങളൊന്ന് ബുക്ക് തുറന്നു വെച്ച് ഓരോ വരി നോക്കാനാണ് ഇങ്ങനെ പറയുന്നത്. അവസാനം ചർച്ച ചെയ്യുമ്പോൾ എല്ലാം ക്ലിയർ ആവും. നിങ്ങൾക്കൊരു അവസരം ഉണ്ടാവാനാണ്. വാട്ട് ഡസ് സംതിങ് സ്റ്റാർട്ട് ഇൻ മൈ സോൾ മീൻ? എന്താണ് സ്റ്റാർട്ട് ഇൻ മൈ സോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡസ് ദ വേർഡ് ഫീവർ ഇൻഡിക്കേറ്റ്? എന്തായിരിക്കും ആ ഫീവർ കൊണ്ട് ഉദ്ദേശിക്കുക? സിമ്പിളാണ്, നമുക്കറിയാം. എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക? ഹൗ ഡിഡ് ഹി മേക്ക് ഹിസ് ഓൺ വേ? എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പാത വെട്ടിത്തെളിച്ചത്? എങ്ങനെയാണ്? പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് അലിട്രേഷൻ. അലിട്രേഷൻ്റെ ഒരു ഉദാഹരണം കണ്ടെത്തി എഴുതാനാണ്. ഹൗ വാസ് ഹിസ് ഫസ്റ്റ് ലൈൻ? എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എഴുതിയ വരിൻ്റെ സ്വഭാവം? എങ്ങനെയായിരുന്നു?
വാട്ട് ഡിഡ് ഹി സീ ദെൻ? പിന്നെന്താ അത് എഴുതി തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്താ കാണാൻ തുടങ്ങിയതല്ല, അദ്ദേഹം എന്താ കണ്ടത്? ഒക്കെ നമുക്കറിയാം, അതിലുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, കുറേ ആശയങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇൻ ദി സ്റ്റാൻസ ദർ ആർ മെനി ഇമേജസ് ആൻഡ് സിമ്പിൾസ് ഇല്ലേ? ഒരുപാട് ഇമേജുകളുണ്ട്, ഒരുപാട് സിമ്പിളുകളുണ്ട്. ക്യാൻ യു സേ വാട്ട് ദേ റിയലി മീൻ? എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ലെറ്റ് us know more about. നമുക്കൊന്നും കൂടി ഒന്ന് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് മനസ്സിട്ടൊന്ന് വായിക്കുക, പ്രധാന വാക്കുകൾ ശ്രദ്ധിക്കുകയും ചെയ്യുക കേട്ടോ. സൈലൻ്റ് ആയിട്ടാണ് വായിക്കേണ്ടത്. ഓക്കെ, നൗ we have written the answers up to 4 in the last class. നമ്മൾ സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ അല്ലെങ്കിൽ പിന്നെ സൈഡിലെ ചോദ്യങ്ങൾ നമുക്കറിയാം. ആ ചോദ്യങ്ങൾ 4 നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പിന്നെ 6 ചോദ്യങ്ങൾ ഈ ഭാഗത്തുള്ള ഈ സ്റ്റാൻസ് ബേസ് ചെയ്തിൽ നമുക്കന്ന് എഴുതാൻ ശ്രമിക്കാം. നമുക്ക് ലെറ്റ് റൈറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വായിച്ച് നോക്കി ഒറ്റയ്ക്ക് ഉത്തരം എഴുതുക, കവിത നോക്കിയിട്ട് എന്നിട്ട് ചർച്ച ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അത് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ നല്ലോണം മനസ്സിലാവും. വാട്ട് ഹാപ്പൻ ടു ദ പോയറ്റ് വെൻ പോയട്രി അറൈവ്ഡ്? ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അറിയാലോ, പോയട്രി വന്നപ്പോൾ എന്താണ് പോയറ്റ് സംഭവിച്ചതെന്ന് അറിയാലോ. ഹൗ ഡു ദ പോയറ്റ് ഷോ ദാറ്റ് ആഫ്റ്റർ ദി അറൈവൽ ഓഫ് പോയട്രി ഹിസ് ഇമാജിനേഷൻ ന്യൂ നോ ബൗണ്ട്സ്? നല്ലൊരു ചോദ്യമാണ് അതൊക്കെ. അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പോയട്രി എത്തിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്ക് യാതൊരു പരിധി ഉണ്ടായില്ല എന്നെങ്ങനെയാണ് കവി കാണിക്കുന്നത് എന്നാണ്. Poetic intuition is like seeing without eyes. Which line says so? മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് പൊയറ്റിക് ഉൾക്കാഴ്ച, കവിയുടെ ഉള്ളിൽ ആ ഒരു പ്രേരണ എന്ന് പറയുന്നത് കാര്യങ്ങൾ കണ്ണ് കൂടാതെ കാണുന്നത് പോലെയാണെന്ന് കാണിക്കുന്ന വരി ഏതാണെന്നാണ്. വാട്ട് ഇസ് ഫിവർ ഓർ ഫൊഗോട്ടൺ വിങ്സ് ഇൻഡിക്കേറ്റ്? എന്താണ് ഫിവറും ഫൊഗോട്ടൺ വിങ്സും? ഒക്കെ സിമ്പിളുകളാണ്, നമുക്കറിയാം എന്താ ഉദ്ദേശിക്കുന്നത്. How does the vast, infinite and complex universe unfold itself before the poet in the poem? എങ്ങനെയാണ് അതിവിശാലമായ, അനന്തമായ, അതിസങ്കീർണമായ പ്രപഞ്ചം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറന്നു വരുന്നത് എന്നാണ്. വാട്ട് ഡു യു തിങ്ക് ഈസ് റെഫേർഡ് ടു ആസ് ഫയർ ആൻഡ് ഫ്ലവേഴ്സ്? എന്താ ഫയർ കൊണ്ട് ഫ്ലവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മക്കൾ എഴുതി നോക്കണം പോസ് ചെയ്തിട്ട്. ഇതിന് ശേഷം യു ക്യാൻ സീ ദ ആൻസേഴ്സ്. ഓക്കെ, റൈറ്റ്? യെസ്. നൗ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നല്ലോ ശ്രദ്ധിക്കണം. വാട്ട് ഹാപ്പൻ ടു ദ പോയറ്റ് വെൻ ദ പോയട്രി അറൈവ്ഡ്? എന്താ ഉത്തരം? വെൻ ദ പോയട്രി അറൈവ്ഡ് ദ പോയറ്റ് ഡിഡ് നോട്ട് എക്സാക്ട്ലി നോ വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം. എന്താ സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ ആൻഡ് ഹി വാസ് നോട്ട് അവെയർ ഓഫ് വാട്ട് ഹി സോ. എന്താ കണ്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല, അപ്പോൾ അതെന്താ പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. ഹി തോട്ട് ദാറ്റ് ഹി വാസ് ബിക്കമിങ് ഫീവറിഷ്. ചെറിയൊരു പനി വരുന്നത് പോലെ അദ്ദേഹത്തിന് എന്ത് ഫീൽ ചെയ്തു എന്നാണ്. പനി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും കേട്ടോ. Next question is, how the poet show that after the arrival of the poetry his imagination എങ്ങനെ അദ്ദേഹം കാണിക്കുന്നത്? After the arrival of poetry his imagination bounds because he felt that something like fire emerged from his soul. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എന്തോ ഒരു തീ പോലെ എന്തോ ഒന്ന്, അഗ്നി പോലെ എന്തോ ഒന്ന് ഉണ്ടാകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. He made his own way deciphering that fire. ആ അഗ്നിയെ പിന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ നന്നാക്കി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാത വെട്ടുക ചെയ്യുന്ന അറിയാലോ. പൊയറ്റിക് ഇൻഡ്യൂഷന് കണ്ണുകൾ ഇല്ലാതെ കാണുന്നത് പോലെയാണെന്ന് പറയുന്ന വരി ഏതാണ്? മൈ ഐസ് വർ ബ്ലൈൻഡ് ആൻഡ് സംതിങ് ഷാറ്റർഡ് ഇൻ മൈ സോൾ. അറിയാലോ. വാട്ട് ഡസ് ഫിവർ ഓർ ഫൊഗോട്ടൺ വിങ്സ് ഇൻഡിക്കേറ്റ്? എന്താ ഫിവറും ഫോഗോട്ടും വിൻഡും എന്താ കാണിക്കുന്നത്? ഫിവർ എന്ന് പറഞ്ഞാൽ ദ സഡൻ ചേഞ്ചസ് ഹാപ്പനിങ് ടു പോയറ്റ് വെൻ ഹി എൻകൗണ്ടേഴ്സ് ക്രിയേറ്റിവിറ്റിയുമായിട്ട് സർഗാത്മകമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുണ്ടായ മാറ്റമാണ് ഫിവർ. ശരീരത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റമാണ് ഫിവറിലൂടെ കാണിക്കുക. നമുക്കറിയാലോ. ദി ഇമേജ് ഓർ ശരീരത്തിൽ അത് ആത്മാവിലാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദി ഇമേജ് ഓഫ് ഫൊഗോട്ടൺ വിങ്സ് ടെൽ us that the poet is faced with the reality of discovering his creativity which is forgotten. അദ്ദേഹത്തിന് മറന്നു കടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയെ അദ്ദേഹം കണ്ടെത്തുന്ന യാഥാർത്ഥ്യത്തെ അദ്ദേഹം അഭിമുഖീകരിക്കുന്നു എന്നാണ് ഫോഗോട്ടൺ വിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? നൗ നെക്സ്റ്റ് വൺ, how does the vast, infinite and complex universe unfold itself before the poet? എങ്ങനെയാണ് തുറന്ന് കാണിക്കുന്നത്? The image of universe describes the speaker's thoughts and feelings when he first encounters poetry. പോയട്രിയെ അദ്ദേഹം കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വികാരങ്ങളും ചിന്തകളുമാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൂണിവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The poet perceives the beautiful and mysterious things in nature. പ്രകൃതിയിലെ പിന്നെ
വളരെ ഭംഗിയുള്ള അതുപോലത്തെ നിഗൂഢമായ എല്ലാ സാധനങ്ങളും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ തുടങ്ങി, കാണാൻ കഴിഞ്ഞു. പെർസീവ് ചെയ്യാൻ കാണാൻ, ആൻഡാണ് കേട്ടോ, ഒരു ഡി ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. മാത്രമല്ല പിന്നെന്താ ഉണ്ടായത്, ദെൻ സഡൻലി ഹി സോ ദ ഹെവൻസ് ഓപ്പണിങ് അപ്പ്. സ്വർഗലോകങ്ങൾ അല്ലെങ്കിൽ ആകാശം തുറക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഹി സോ ദ പ്ലാനറ്റ്സ് ആൻഡ് പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഗ്രഹങ്ങളെയും അതുപോലെ തുടിക്കുന്ന തോപ്പുകളൊക്കെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഹി സോ പെർഫറേറ്റഡ് ഷാഡോസ് റിഡിൽഡ് വിത്ത് ആരോസ്, അമ്പുകൾ കൊണ്ട് തുളഞ്ഞ സുഷിരങ്ങളുള്ള നിഴലുകൾ അദ്ദേഹം കണ്ടു. ഫയർ കണ്ടു, അഗ്നി കണ്ടു, ഫ്ലവേഴ്സ് കണ്ടു, വൈൻഡിങ് നൈറ്റ് പീരിയഡ് രാത്രി കണ്ടു. ഇൻഫാക്ട് യൂണിവേഴ്സ് ഇറ്റ്സെൽഫ്, പ്രപഞ്ചം മൊത്തത്തിൽ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഹി ഫീൽസ് ദാറ്റ് ഇസ് ക്രിയേറ്റിവിറ്റി ഈസ് ഇൻഫിനിറ്റ് ലൈക്ക് ദ യൂണിവേഴ്സ്. അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിന് തോന്നി ഈ പിന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സ് പോലെ തന്നെ, പ്രപഞ്ചത്തെ പോലെ തന്നെ അനന്തമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ, റൈറ്റ്? ഓക്കെ ആണല്ലോ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കണേ, ബ്യൂട്ടിഫുൾ ആൻഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫയർ മീൻസ് സ്പാർക്ക് ഇൻ ദ മൈൻഡ് ഓഫ് ദ പോയറ്റ് ദാറ്റ് അറൈസസ് അറ്റ് ദ മൊമെൻ്റ് ഓഫ് ഇൻസ്പിറേഷൻ. ഇൻസ്പിറേഷൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായൊരു പൊരി, തീപ്പൊരിയാണ് ഏത്, ഫയർ. അതിനെയാണ് അദ്ദേഹം വികസിപ്പിച്ച് കൊണ്ടുവന്നിട്ട് എന്താക്കി അദ്ദേഹത്തിൻ്റെ വഴി കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കുന്നത്, അറിയാലോ. ഫ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ബ്ലൂമിങ് ഓർ റിയലൈസേഷൻ ഓഫ് ഹിസ് ക്രിയേറ്റീവ് തോട്ടാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സർഗാത്മക ചിന്തയുടെ തിരിച്ചറിവാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിരിഞ്ഞു വരുന്നതിനെയാണ് ഫ്ലേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഇപ്പോൾ എഴുതിയെടുക്കണം കേട്ടോ, ചോദ്യോത്തരക്ക് എല്ലാവരും എഴുതിയെടുക്കണം, ശ്രദ്ധിക്കണം. റെഡി അല്ലേ? പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും, എന്നിട്ട് നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഓക്കെ, നൗ ലെറ്റ് us discuss the poem in detail. റൈറ്റ്, നോക്കാം നമുക്ക്. നൗ ശ്രദ്ധിക്കണേ, ആദ്യം നമ്മൾ വാക്കുകളൊന്ന് കണ്ടാലോ, കിട്ടാത്ത വാക്കുകൾ, എന്നിട്ട് നമുക്കിതിലേക്ക് പോകാം. ഡിസൈഫർ എന്ന് പറഞ്ഞാൽ ടു സക്സീഡ് ഇൻ ഫൈൻഡിങ് ദ മീനിങ് ഓഫ് സംതിങ് ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റീഡ് ഓർ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നതിന് അർത്ഥമുള്ളൂ. ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ അവ്യക്തമായ എന്നാണ്. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ഉള്ളടക്കത്തിനാണ് സബ്സ്റ്റൻസ് എന്ന് പറയാം. അൺഫാസിൻ എന്ന് പറഞ്ഞാൽ കെട്ടഴിക്കുക എന്നാണ്. പാൽപിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ തുടിക്കുക എന്നാണ്. പിന്നെ പെർഫറേറ്റ് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. പിന്നെ റിഡിൽഡ് വിത്ത് എന്ന് പറഞ്ഞാൽ ഡാമേജ് ത്രൂ ഔട്ട് ബൈ ന്യൂമറസ് ഹോൾസ്, ഒരുപാട് സുഷിരങ്ങളുള്ള എന്നാണ് റിഡിൽഡ് വിത്ത്. സംശയങ്ങളൊന്നുമില്ലല്ലോ മക്കളെ? ഓക്കെ അല്ലേ? ചർച്ച ചെയ്തൂടെ നമുക്ക്? നോക്കണേ. I did not know what to say. My mouth had no way with names. എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയുമായിരുന്നില്ല. ക്ലിയർ ആണല്ലോ? മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്, എനിക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല എന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. റെഡി അല്ല എന്ന് പറഞ്ഞാൽ രണ്ട് ആശയമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം ഹീ കുഡിൻറ്റ് എക്സ്പ്രസ് ഹിംസെൽഫ് ആൻഡ് ഈ കുഡിൻറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് എന്നുള്ള രണ്ട് ആശയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് അദ്ദേഹത്തിന് സ്വയം പ്രകടിപ്പിക്കാനോ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ആശയവിനിമയം നടത്താനോ കഴിഞ്ഞില്ല, അത് പറഞ്ഞറിയിക്കാനോ കഴിഞ്ഞില്ല എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കണുള്ളൂ. മൈ ഐസ് വെർ ബ്ലൈൻഡ്, ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നുകയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്തതുപോലെ. രണ്ട് സെൻസ് അതിന് കൊടുക്കട്ടെ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പൊയറ്റിക് ഇൻഡ്യൂഷൻ എന്തിൻ്റെ ആവശ്യമില്ല, പുറം കണ്ണുകളുടെ ആവശ്യമില്ല. ആ കണ്ണ് കൊണ്ടാണ് നമ്മളത് കാണുക. പുറം കണ്ണിനൊരു പ്രത്യേകതയാണ്, നമുക്ക് നിശ്ചിത പരിധിക്കപ്പുറം കാണാൻ കഴിയില്ല. മുമ്പിലൊരു മറയുണ്ടെങ്കിൽ കാണാൻ കഴിയില്ല. പക്ഷേ ആ കണ്ണിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതങ്ങനെയൊക്കെ ആശയങ്ങൾ അതിനുണ്ട്. ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ, പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ എന്തോന്ന് ഞെട്ടി ഉണർന്നതിൽ പെട്ടെന്ന് എന്തോ ഒരു ഞെട്ടൽ പോലെ അദ്ദേഹത്തിന് എന്തോ ഒരു ഞെട്ടി ഉണ്ടായിരുന്നതിന് അർത്ഥമുള്ളൂ. റെഡി അല്ലേ? എന്നിട്ട് അദ്ദേഹം എന്താ മനസ്സിലായില്ല. അദ്ദേഹം ചോദിക്കുകയാണ്, ഫിയർ ഓർ ഫോഗോട്ടൺ വിങ്സ്, ഫീവർ ആണോ അതോ ഫോഗോട്ടൺ വിങ്സ് ആണോ? ഫീവർ പനിയാണ് നമ്മൾ പറഞ്ഞു, എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പെട്ടെന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ മാറ്റാണ്. പിന്നെ ഫോഗോട്ടൺ വിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മറന്ന ചിറകുകൾ എന്നതിൻ്റെ അർത്ഥം. ഇവിടെ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മറന്നു പോയ അല്ലെങ്കിൽ മറന്നു കിടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സർഗാത്മക കഴിവ് അദ്ദേഹം തിരിച്ചറിയാണോ. ആൻഡ് ഐ മെയ്ഡ് മൈ ഓൺ വേ, അദ്ദേഹത്തിൻ്റെതായ പാത ഉണ്ടാക്കി. ഡിസൈഫറിങ് ദാറ്റ് ഫയർ, എന്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഫീവറിഷായ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അതിനെ എന്ത് ചെയ്തുകൊണ്ട് പിന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ സ്വന്തം പാത വെട്ടി. അറിയാലോ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക, അത് ക്ലിയറായി നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നോക്കുക, ഒന്നും കൂടി ഒന്ന്. ഉണ്ടാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് വളരെ അതിൻ്റെ സാരാംശം ചോരാതെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്,
ഒരു മലയാളത്തിലേക്ക് ഒരു കവി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വരികളൊന്ന് നോക്കാം, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം I did not know what to say. My mouth had no way with names. My eyes were blind and something started in my soul. Fever of forgotten wings and I made my own way, deciphering that fire. ഞാൻ വരികൾ വായിക്കുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ടതിൽ ഏത് വരിയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തു പറയണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പേരുകളെടുത്ത് പെരുമാറാൻ എൻ്റെ ചുണ്ടിന് പരിചയമില്ലായിരുന്നു. എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലായിരുന്നു. എന്തോ ഒന്ന് എൻ്റെ ആത്മാവിൽ ഞെട്ടിയുണർന്നു. ജ്വരമോ വിസ്മൃതമായ ചിറകുകളോ, ഞാൻ സ്വയം പാതവെട്ടി ആ തീനെ തിരിച്ചറിഞ്ഞു. ക്ലിയർ ആണല്ലോ, നേരെ ട്രാൻസ്ലേഷനാണ്, ആർക്കും സംശയം ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തേക്ക് പോയാൽ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഡിയേഴ്സ്. നൗ നെക്സ്റ്റ് പാർട്ട്. ആൻഡ് ഐ റോഡ് ദ ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ. അങ്ങനെ ആ ഒരു അദ്ദേഹത്തിൻ്റെ പാത വെട്ടി നമ്മൾ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അവ്യക്തമായ വരി എഴുതി. ഫെയിൻറ്റ് നമ്മൾ പറഞ്ഞു ഇൻഡിസ്റ്റിങ്ക്റ്റ് ആണ്, വെയ്ഗാണ്, ക്ലിയർ അല്ലാത്ത വരിയായിരുന്നു. വിത്തൗട്ട് സബ്സ്റ്റൻസ്, അതിൽ ഉള്ളടക്കമൊന്നും ഉണ്ടായിരുന്നില്ല, അർത്ഥശൂന്യമായിരുന്നു. പ്യുവർ നോൺസെൻസ്, അതിൻ്റെ അർത്ഥം ശുദ്ധമായ അസംബന്ധമായിരുന്നു. പ്യുവർ വിസ്ഡം, ശുദ്ധമായ ജ്ഞാനം. ഓഫ് സംവൺ ഹൂ നോസ് നത്തിങ്, ഒന്നും അറിയാത്ത ഒരാളുടെ ശുദ്ധമായ ജ്ഞാനം. അവിടെക്കെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ ഒന്നും അറിയാത്ത ജ്ഞാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ ഒരു എന്താ ഒരു മനസ്സിലാവാത്ത എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ, ഇൻഎക്സ്പ്രസ്ഫുള്ളമായ ഒരു പറയാൻ പറ്റാത്ത, പ്രകടിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയാനൊക്കെ എന്നൊക്കെ മനസ്സിലാക്കാം. എന്താ സംഭവം ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. റെഡിയല്ലേ? ആൻഡ് സഡൻലി ഐ സോ ദ ഹെവൻസ്, പെട്ടെന്ന് ആകാശങ്ങളൊക്കെ തുറന്നു വരുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ്. അൺഫാസൻഡ് ആൻഡ് ഓപ്പൺ, അതിൻ്റെ കൊളുത്തുകളൊക്കെ വലിച്ചൂരിയിട്ട് അത് കെട്ടഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന ഓപ്പൺ തുറന്നു വരുന്നതായിട്ട് അദ്ദേഹം കാണാണ്. പ്ലാനറ്റ്, ഗ്രഹങ്ങളെ കണ്ടു. പാൽപിറ്റേഷൻ, പ്ലാന്റേഷൻ, തുടിക്കുന്ന തോപ്പുകളെ കണ്ടു. ഷാഡോ പെർഫറേറ്റ് റിഡിൽ വിത്ത് ആരോ, സമ്പുകളേറ്റ് തുളഞ്ഞ സുഷിരങ്ങളുള്ള ഏത് കണ്ടു അദ്ദേഹം? നിഴലുകൾ കണ്ടു. ഫയർ ആൻഡ് ഫ്ലേഴ്സ്, തീ കണ്ടു, അതുപോലത്തെ പൂക്കൾ കണ്ടു. ദ വൈൻഡിങ് നൈറ്റ്, പിരിയനാണ് വൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ പിരിഞ്ഞതിനാണ് വൈൻഡിങ് എന്ന് പറയാം. വൈൻഡിങ് നൈറ്റ്, പിരിയൻ രാത്രി കണ്ടു. പ്രപഞ്ചം കണ്ടു. അപ്പം മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ അദ്ദേഹത്തിന് ഫസ്റ്റ് എഴുതിയ സമയത്തുള്ള അദ്ദേഹത്തെ അനുഭവങ്ങൾ. ആദ്യം നമ്മൾ പറഞ്ഞ അദ്ദേഹം ഒരു കവിയായി മാറുന്ന എവല്യൂഷനാണ്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള എക്സ്പീരിയൻസ് ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ എന്തായത് മനസ്സിലായിട്ടില്ല. സ്വാഭാവികമായിട്ടും എനിക്കത് മനസ്സിലാവില്ല, അപ്പം നമുക്കും മനസ്സിലാവില്ല. അപ്പം മനസ്സിലാകുന്ന അത് മനസ്സിലായിട്ടില്ല, നമ്മൾ മനസ്സിലായ നമുക്ക് കവിത മനസ്സിലായി. പിന്നെ അതിവിശാലമായിട്ടൊക്കെ പോകാൻ വേണമെങ്കിൽ ഈ കവിത അതിനൊക്കെ സാധ്യതയുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു കവിതയാണ്. പക്ഷെ അത്രത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. ഇത് റെഡിയല്ലേ? ഓക്കെ, നമ്മളൊന്ന് വായിച്ചു നോക്കിയാലോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആശയം കൂടി ഒന്ന് കണ്ടാലോ? നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പറയട്ടെ, വരി വായിക്കാം നമുക്ക്. ആൻഡ് ഐ റോഡ് ദ ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ, ഫെയിൻറ്റ് വിതൗട്ട് സബ്സ്റ്റൻസ്, പ്യുവർ നോൺസെൻസ്, പ്യുവർ വിസ്ഡം ഓഫ് സംവൺ ഹൂ നോസ് നത്തിങ്. ആൻഡ് സഡൻലി ഐ സോ ദ ഹെവൻസ് അൺഫാസൻഡ് ആൻഡ് ഓപ്പൺ, planets palpitating, plantations, shadow perforated, riddled with arrows, fire and flares, the winding night, the universe. റെഡി അല്ലേ? അപ്പോൾ നോക്കാം, നമുക്കൊന്ന് പറയട്ടെ. അത് നോക്കണം കേട്ടോ, വരി നോക്കണേ. അത് പറയുമ്പോൾ ഞാൻ തെളിച്ചം കുറഞ്ഞ ആദ്യ വരി എഴുതി. നിറം മങ്ങിയ നിസ്സാരവും വിശുദ്ധവുമായൊരസംബന്ധം, ഒന്നും അറിയാത്ത ഒരുത്തൻ്റെ പവിത്രമായ ജ്ഞാനം. പെട്ടെന്ന് ഞാൻ കണ്ടു കൊളുത്തു വലിച്ചൂരി തുറക്കുന്ന ആകാശം, ഗ്രഹങ്ങൾ തുടിച്ചു നിൽക്കുന്ന കൃഷിത്തോട്ടങ്ങൾ, അമ്പേറ്റന്തം വിട്ടു തുളഞ്ഞുപോയ നിഴൽ, അഗ്നി, പുഷ്പങ്ങൾ, പിരിയൻ രാത്രി, പ്രപഞ്ചം. ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ, ഇത് വന്നതോടുകൂടി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കവിത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി അദ്ദേഹത്തെ ആശ്ലേഷിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്ക് അതിർത്തികളില്ലാതെയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് അതുവരെ കണ്ടിരുന്ന സാധനങ്ങളൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം കാണാൻ കഴിഞ്ഞു. ചുറ്റുപാടുള്ള വാട്ട് എവർ ദർ വാസ് ബ്യൂട്ടിഫുൾ ഹി കുഡ് എക്സ്പ്ലോർ ഇറ്റ്. അദ്ദേഹത്തിന് എന്തൊക്കെയാണോ അവിടെ ഒരു ഭംഗിയുള്ളതായിട്ട് തോന്നിയത്, അത് പ്രപഞ്ചത്തിലാവട്ടെ അല്ലെങ്കിൽ ആ നേച്ചറിലുള്ള സംഗതിയാണ്. നേച്ചർ പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെ, പക്ഷെ നമ്മളൊന്നുകൂടി എടുത്ത് പറയാന്നുള്ളതേ ഉള്ളൂ.
പ്രപഞ്ചത്തിലുള്ളതാവട്ടെ എല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പ് തുറന്നു വരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തെ എന്താ ഫീൽ ചെയ്ത്, ആ ഒരു ക്രിയേറ്റിവിറ്റിൻ്റെ വിങ്സിൽ ഇപ്പോൾ കയറിയിട്ട് അദ്ദേഹം പറക്കുന്നത് പോലെ തോന്നി. അടുത്ത ഭാഗത്ത് കുറച്ചും കൂടി വിശദമായിട്ട് നമ്മൾ പറയും. ഈ ആശയങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഓക്കെ ഡിയസ്, ഇപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവരിൻ്റെ ആശയം നോക്കാം. എഴുതിയെടുക്കണേ, വാക്കർത്ത് എഴുതിയെടുക്കണം കേട്ടോ. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ, എന്താ പറയേണ്ടത് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. ഹിസ് മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ നേരെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പിന്നെ പേരുപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിൻ്റെ ആശയം എന്താണ്? ഹി കുഡിൻറ്റ് എക്സ്പ്രസ് ഹിംസെൽഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. അതാണ് 2-3 ലൈനുകളുടെ ആശയം. സ്വയം പ്രകടിപ്പിക്കാനോ മറ്റുള്ളവരായിട്ട് സംവദിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഹിസ് ഐസ് വെർ ബ്ലൈൻഡ്, കണ്ണ് കാണാത്തതുപോലെ തോന്നി. ബട്ട് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ, എന്തോ ഇൻ ഹിസ് സോൾ, അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ എന്തോ ഒന്ന് ഞെട്ടി ഉണർന്നു. ഹി വാസ് ബിക്കമിങ് ഫിവറിഷ്, ആ പെട്ടെന്നുള്ള മാറ്റം കൊണ്ട് അദ്ദേഹം ജ്വരമുള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഇറ്റ് വാസ് എയ്തർ ഫൊഗോട്ടൺ വിങ്സ് ഓർ ദ ഫയർ ദാറ്റ് ഹെൽപ്ഡ് ഹിം മേക്ക് ഹിസ് ഓൺ വേ ആൻഡ് ലെഡ് ഹിം ടു റൈറ്റ് ദ ഫസ്റ്റ് ലൈൻ. അത് അദ്ദേഹത്തിൻ്റെ ഉള്ള ആ ഒരു വന്ന സംഗതി ഒന്ന് ചിലപ്പോൾ എന്താവാം, ഫൊഗോട്ടൺ വിങ്സ് ആവാം, അല്ലെങ്കിൽ അഗ്നിയാവാം. അതിനെന്ത് ചെയ്തിട്ട് അതാണ് അദ്ദേഹത്തിൻ്റെ വഴി കണ്ടെത്താനും അങ്ങനെ ആദ്യത്തെ ലൈൻ എഴുതാനും അദ്ദേഹം സഹായിച്ചത്. ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് മച്ച് മീനിങ്, അദ്ദേഹം ആദ്യം എഴുതിയ വരിക്ക് അർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് പ്യുവർ നോൺ സെൻസ്, അത് വിഡ്ഢിത്തമായിരുന്നു, അസംബന്ധമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ പ്യുവർ വിസ്ഡം ഓഫ് സമൺ ഹൂ നോസ് നത്തിങ്, ഒന്നും അറിയാത്ത ഒരാളുടെ ശുദ്ധമായ ഞാനായിരുന്നു അത്. സഡൻലി ഹി സോ ദ ഹെവൻസ് ഗെറ്റിംഗ് അൺടൈഡ് ആൻഡ് ഓപ്പൺ, പെട്ടെന്ന് അദ്ദേഹത്തിന് ആകാശലോകങ്ങൾ സ്വർഗ്ഗലോകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതായി തോന്നിയ കെട്ടയച്ച് അദ്ദേഹത്തിന് തുറന്നതായിട്ട് തോന്നി. ഹി കുഡ് സീ പ്ലാനറ്റ്, അദ്ദേഹത്തിൻ്റെ പുറംകണ്ണിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി. ഗ്രഹങ്ങളെ കണ്ടു, തുടിച്ചുകൊണ്ടിരിക്കുന്ന തോപ്പുകളെ കണ്ടു, അതുപോലെ തന്നെ പെർഫറേറ്റഡ് ഷാഡോസ് കണ്ടു, തീ കണ്ടു, ഫ്ലവർ കണ്ടു. ആൻഡ് ഓൾ ദാറ്റ് മേക്കപ്പ് ഇസ് ദിസ് യൂണിവേഴ്സ്, പ്രപഞ്ചം എന്തുകൊണ്ടാണ് ഉണ്ടാക്കി അതൊക്കെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷന് യാതൊരു അതിർത്തി ഇല്ലാതെയായി. നോ ലിമിറ്റ് ആൻഡ് ബൗണ്ട്സ് എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? നൗ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, അതിൻ്റെ വിശദീകരണമാണ്. അതേ നിങ്ങൾ എഴുതേണ്ടതുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തരാമെന്നുള്ളതേ ഉള്ളൂ. ഇൻ ദി സെക്കൻഡ് ലോൺ സ്റ്റാൻസ ഓഫ് ദ പോയം ദ പോയറ്റ് ടോക്സ് അബൌട്ട് ദ വേ ഹി റോട്ട് ദ ഫസ്റ്റ് ലൈൻ. മനസ്സിലായി ഉണ്ടാവുമല്ലോ, ആദ്യത്തെ വരി എങ്ങനെ എഴുതിയെന്ന് അത് ഈ പറഞ്ഞു തരുന്നത്. ആൻഡ് വാട്ട് മെയ്ഡ് ഹിം കമ്പോസ് ഹിസ് ഫസ്റ്റ് ഫെയിൻ ലൈൻ, എന്താണ് അദ്ദേഹത്തെ ആദ്യത്തെ അവ്യക്തമായ പിന്നെ ഒരു വരി എഴുതാൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കിയെന്നാണ് പറയുന്നത്. He says that there was something that started in his soul. അദ്ദേഹത്തിന് ആത്മാവിൽ എന്തോ ഞെട്ടിയോണം നമ്മൾ പറഞ്ഞു. അത് ഇറ്റ് വാസ് either the forgotten wings which tells us that he is faced with the reality of discovering his creativity which lay forgotten. പഠിച്ചതല്ലേ, അത് പറയണ്ടല്ലോ. or ഈവൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ആണെന്നില്ല, നേരം പറഞ്ഞു പോകാം കേട്ടോ, ഫുൾ സ്റ്റോപ്പ് വേണ്ട. ഓർ ഫീവർ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ സഡൻ ചേഞ്ചസ് ഹാപ്പനിങ് ടു ഹിം വെൻ ഹി എൻകൗണ്ടേഴ്സ് ക്രിയേറ്റിവിറ്റി. ക്ലിയർ ആണ്, നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കണില്ല. അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ബേണിംഗ് പാഷൻ, ആ ഒരു വല്ലാത്തൊരു അദ്ദേഹത്തിൻ്റെ ഒരു വൈകാരികത, വികാരം, അതായത് എഴുതാനുള്ള അങ്ങേറ്റത്തൊരു വല്ലാത്തൊരു വൈകാരികമായ ആവേശം, അത് തിരിച്ചറിഞ്ഞു. ആ ഒരു തീ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹി മേഡ് ഈസ് ഓൺ വേ ആൻഡ് റോട്ട് ഫസ്റ്റ് ലൈൻ. അറിയാലോ, സ്വന്തം വഴി കണ്ടെത്തിയിട്ട് അദ്ദേഹം ആദ്യത്തെ വരി എഴുതി. ഇറ്റ് വാസ് ഫീബിൾ ആൻഡ് ഫെയിൻ ലൈൻസ് വിതൗട്ട് സബ്സ്റ്റൻസ്. ആദ്യത്തത് വളരെ ദുർബലമായ അർത്ഥമില്ലാത്ത എന്തായിരുന്നു വരികളായിരുന്നു. ബട്ട് വാട്ട് ഹി റോട്ട് മേ ബി അട്ടർ നോൺ സെൻസ് ഫ്രം എ ബിഗിനർ ഹുനോസ്, ഒന്നും അറിയാത്ത ഒരു തുടക്കക്കാരനടുത്ത് നിന്നുള്ള ഒരു അസംബന്ധമാവാം അത്. ഓർ പ്യുവർ വിസ്ഡം ബിസ്റ്റോഡ് ബൈ പോയറ്റിക് ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ഒരു കവി പ്രേരണയാൽ പിന്നെ ഉണ്ടായ ഏതാവാം, ഒരു ശുദ്ധമായ വിഡിത്താവാം, വിജ്ഞാനാവാം. എനിഹൗ വെൻ ഹി സ്റ്റാർട്ടഡ് കമ്പോസിങ് വേഴ്സസ് ദ ഹെവൻസ് ഓപ്പൺഡ് അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. തുറന്നപ്പോൾ അതായത് പിന്നെ എഴുതാൻ തുടങ്ങിയപ്പോൾ, കവിത എഴുതാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ആകാശലോകങ്ങൾ അതല്ലെങ്കിൽ ആ സ്വർഗ്ഗലോകങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുറന്നു കാണിച്ചു. ഹീ കുഡ് സീ എവറിത്തിങ് ഫ്രം ദ പ്ലാനറ്റ് ഓർ ടു പ്ലാന്റേഷൻ, അതായത് ഷാഡോസ്, ഫയർ, ഫ്ലേഴ്സ്, അദ്ദേഹത്തിന് എല്ലാ സംഗതികളും കാണാൻ തുടങ്ങി. എന്ന് വിശദീകരിക്കാൻ പറഞ്ഞതുകൊണ്ട്. ആൻഡ് ഓൾ ദാറ്റ് മേക്കപ്പ് ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്ന എല്ലാം കാണാൻ കഴിഞ്ഞു. ദ പോയറ്റ് പെർസീവ്സ് ദ ബ്യൂട്ടിഫുൾ ആൻഡ് മിസ്റ്റീരിയസ് തിങ്സ് ഇൻ നേച്ചർ ആൻഡ് ഷോസ് ഹൗ ദ സ്ലോലി അൺഫോൾഡ് ബിഫോർ ഹിം. ക്ലിയർ ആണല്ലോ? പ്രകൃതി പിന്നെ അതിൻ്റെ മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള എല്ലാ സുന്ദരമായ നിഗൂഢമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് നോക്കിക്കാണാൻ കഴിഞ്ഞു. പിന്നെ he feels that his creativity is infinite like universe. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി പ്രപഞ്ചത്തെ പോലെ അനന്തമാണ്. അതായത് ഈ പ്രപഞ്ചം എന്നുള്ള ആശയത്തിൻ്റെ സെൻസ്. He was beginning to understand the poetry had no limits or boundaries. പോയട്രിക്ക്
പരിധികളോ അല്ലെങ്കിൽ അതിർത്തികളോ ഇല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയാൻ തുടങ്ങി. ആൻഡ് ദാറ്റ് ഹി വാസ് ഫ്രീ ടു എക്സ്പ്ലോർ എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഹി വാണ്ടഡ്. അദ്ദേഹത്തിന് വേണ്ട എന്ത് കാര്യത്തെയും എക്സ്പ്ലോർ ചെയ്യാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യും പറ്റുമെന്ന് എന്ത് ചെയ്തു അദ്ദേഹത്തിന് മനസ്സിലായി. ആൻഡ് ഹി ഓൾസോ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ത്രൂ ഹിസ് റൈറ്റിംഗ് ഹി ക്യാൻ ഡിസ്കവർ ദ മിസ്റ്ററീസ് ഓഫ് ലൈഫ് ആൻഡ് ഹിസ് ഐഡൻറ്റിറ്റി. അദ്ദേഹത്തിന് നേരത്തെ മുഖമില്ല എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ എഴുത്തിലൂടെ ഈ ജീവിതത്തിൻ്റെ ഗൂഢതകളും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി പോലും കണ്ടെത്താൻ കഴിയുന്ന അദ്ദേഹത്തിന് മനസ്സിലായി. ദി എലിമെൻറ്റ്സ് ഓഫ് യൂണിവേഴ്സ് ഫിൽഡ് ഹിം വിത്ത് ലവ് ആൻഡ് ഹി ഫെൽറ്റ് ജോയ് ഓഫ് ബീങ് പാർട്ട് ഓഫ് ദ ക്രിയേഷൻ, അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ടു ക്രിയേറ്റ്. മനസ്സിലായിട്ടുണ്ടാവില്ല ഈ പ്രകൃതിയുമായിട്ട് പ്രപഞ്ചത്തിൽ ഭാഗമാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തു മനസ്സിലാകുകയും അദ്ദേഹത്തിൽ അത് സ്നേഹം നിറയ്ക്കുകയും അങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗമായാൽ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നുകയും അങ്ങനെ അദ്ദേഹത്തിന് കവിത എഴുതാനുള്ളൊരാവശ്യം മനസ്സിലാവുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ കേട്ടാൽ മതി, വായിച്ചു നോക്കിയാൽ മതി, എഴുതിയെടുക്കേണ്ട. റൈറ്റ്, ഓക്കെ ഡിയേഴ്സ്. ഇനി നമുക്ക് കുറച്ച് ഇതൊക്കെ എഴുതിയെടുക്കേണ്ടതാണ്. എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? ഫിവർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചർച്ച ചെയ്താണ്, പറയുന്നില്ല എഴുതിയെടുത്താൽ മതി. ഫയർ നമ്മൾ ചർച്ച ചെയ്തതാണ്, ഫ്ലവേഴ്സ് ചർച്ച ചെയ്തതാണ്, യൂണിവേഴ്സ് ചർച്ച ചെയ്തതാണ്. അലിട്രേഷൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ ഈ യൂണിവേഴ്സിന് രണ്ട് തലത്തിൽ ഇതുവരെ എങ്ങനെ കൊടുക്കാം, അദ്ദേഹത്തെ തോട്ട്സും ഫീലിങ്സും അങ്ങനെ കൊടുക്കാം, അതല്ല ഷോ ദ ഇൻസ്പയർഡ് മൊമെൻറ്റ്സ് ആണ് കൊടുക്കുക. രണ്ടും റെഡിയാണ് കേട്ടോ. പല കളർ മാറ്റി കൊടുത്തത്. അലിട്രേഷൻ ശ്രദ്ധിക്കണേ. പിന്നെ സംതിങ് സ്റ്റാർട്ടഡ് സിസ് ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ഫെയിൻറ്റ് ഫിഫ്, പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻ പീപ്പ് അറിയാലോ. ഇമാജസ് ആണ് പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻ. കണ്ണുപൂട്ടിയാൽ നമുക്ക് നല്ല തുടിക്കുന്ന തോപ്പുകൾ കാണാൻ പറ്റും. ഷാഡോ പെർഫറേറ്റഡ് കാണാൻ പറ്റും. ഹെവൻസ് കാണാൻ പറ്റും. അതൊക്കെ പിന്നെ വിഷ്വൽ ഇമേജുകളാണ് നമുക്കറിയാത്. എന്താ നമ്മളിത് ചർച്ച ചെയ്തത്? When poetry arrived, the poet did not exactly know what was happening to him. He did not know what to say and he was not aware of what he saw. പറഞ്ഞുകൊണ്ട് വിശദീകരിക്കണില്ല, എഴുതിയെടുക്കണം. He thought he was becoming feverish. He says it is like fire, and in a fire, the fire of poetic inspiration. When he realized the power of creativity which lay forgotten, then his imagination knew no bounds, and he made his own way, deciphering the fire that emerged from his soul, and he wrote the first line, which was faint and meaningless nonsense. He says it was the poor wisdom of someone who knows nothing. Once he started writing, he found the whole universe opening up its door to embrace him. The poet saw the palpitating plantations and perforated shadows. The poet perceives the beautiful and mysterious things in nature and shows how they slowly unfold before him. He feels that his creativity is infinite like the universe. The image of universe describes the poet's thoughts and feelings when he first encounters poetry, and he becomes confident of writing poetry. He is too delightful in his new state of being. Clear ആണല്ലോ മക്കളെ? എഴുതിയെടുക്കണേ. നൗ അതിൽ ഒരു അസൈൻമെൻ്റ് ഉള്ളത് സാറ് തന്നത്. അതായത് പാരഗ്രാഫ് എഴുതാനാണ്. എന്തിനെക്കുറിച്ച്? പോയം പിന്നെ രചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ഫീലിങ്ങിനെ കുറിച്ചാണ്. പാരഗ്രാഫൊക്കെ വിശദമായിട്ട് നമ്മൾ 8-9 കൊല്ലം നമ്മൾ പഠിച്ചത്. അതുകൊണ്ടത് പിന്നെ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കറിയ കാര്യങ്ങൾ, അതിൻ്റെ സ്ട്രക്ചറൊക്കെ 9ാം ക്ലാസ് കറക്റ്റായിട്ട് പാരഗ്രാഫ് എങ്ങനെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഫസ്റ്റ് ഒരു ടൈറ്റിൽ നല്ലതാണ്. അതുപോലെ തന്നെ പിന്നെ നിർബന്ധമല്ലേ, വേണമെങ്കിൽ എഴുതാം. അതുപോലെ തന്നെ ഒരു നല്ലൊരു തുടക്കം, അതുപോലെ പിന്നെ അതിൻ്റെ മൈനർ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സപ്പോർട്ടിങ് ഡീറ്റെയിൽസ്, കൺക്ലൂഷൻ. നമുക്കറിയാം കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ട് വിശദീകരിക്കണില്ല. അതിക്കൊല്ലം നമ്മൾ ഏതൊരു ക്ലാസ് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഒരു സാമ്പിൾ ഞാൻ കാണിക്കാം. ദ ഫീലിംഗ് ഓഫ് ദ പോയറ്റ് ഡ്യൂറിങ് ദ കമ്പോസിഷൻ ഓഫ് ദ പോയം. ടൈറ്റിലുണ്ട്, കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ട്. ക്രിയേറ്റേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ എൻ്റർ ഇൻ ടു ദെയർ ഓൺ വേൾഡ് ഓഫ് ക്രിയേറ്റിവിറ്റി. നല്ലൊരു തുടക്കമാണ്. ടോപ്പിക് സെൻറ്റൻസ് ആയിട്ട് നമുക്ക് അതിനെ പരിഗണിക്കാം. ആ ക്രിയേഷനെ കുറിച്ച് നമ്മൾ ബാക്കി പറയുന്നത് അപ്പം ഉണ്ടായ അനുഭവമാണ്. കൺക്ലൂഷനൊക്കെ ഉണ്ട്. നിങ്ങൾ വായിച്ചെഴുതുമല്ലോ, എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, നൗ ഡിയേഴ്സ്, hope you have learned what you have discussed. Thank you for watching. Meet you again. Till then, goodbye. ശ്രദ്ധിച്ച് ചെയ്യണേ.